കെ രാഗേഷുമായി ബന്ധപ്പെട്ട് വലിയ വിവാദം CPM-ൽ അതൽപ്പോൾ ശമിക്കുകയാണ്. അതിനിടയിൽ തനിക്കെതിരെ കേന്ദ്ര നേതൃത്വത്തിന് പരാതി അയച്ചുവെന്ന വാർത്തയോട് അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണം, കണ്ണൂർ ജില്ലാ സെക്രട്ടറിയുടെ പ്രതികരണം വരികയാണ്. നിങ്ങളുണ്ടാക്കിയ വാർത്തയല്ലേ എന്നതായിരുന്നു മാധ്യമങ്ങളോടുള്ള രാഗേഷിന്റെ പ്രതികരണം. ദേശീയ നേതൃത്വത്തിന് പരാതി കൊടുത്തു എന്ന രീതിയിലൊക്കെയാണ് നിങ്ങളുടെ വാർത്തയല്ലേ? നിങ്ങളുടെ വാർത്തയല്ലേ? ജില്ലാ ശരി. CK വിജയനാണ് വിവരങ്ങളുമായി. വിജയൻ, ഈ വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട് സർക്കാരിനെ വലിയ തോതിൽ പ്രതിപക്ഷം അറ്റാക്ക് ചെയ്യുന്നതിനിടയിലാണ് കെ രാഗേഷും ആക്രമണത്തിനിറങ്ങിയത്. പക്ഷേ രാഗേഷിന് പാർട്ടിയിൽ നിന്ന് തന്നെ തിരുത്തൽ വന്ന അപൂർവമായൊരു സാഹചര്യം നമ്മൾ കാണുകയായിരുന്നു. സർക്കാരിൻ്റെ അത് ഉദ്യോഗസ്ഥയെ മാറ്റിയെങ്കിൽ സ്വാഭാവിക നടപടിയല്ലേ എന്നടക്കമുള്ള വിമർശനം പരസ്യമായി തന്നെ മുതിർന്ന നേതാക്കൾ ഉന്നയിക്കുകയും ചെയ്തു. ഇപ്പോൾ കേന്ദ്ര നേതൃത്വത്തിന് പരാതി എന്നതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ കൂട്ടിച്ചേർക്കാൻ കഴിയും? രാഗേഷിൻ്റെ അത് നിങ്ങളുണ്ടാക്കിയ വാർത്തയല്ലേ എന്ന പ്രതികരണത്തെയും എങ്ങനെ കാണണം? ഇന്നലെ വൈകിട്ട് CPM-ന്റെ ജില്ലാ സെക്രട്ടേറിയറ്റിൻ്റെതായിട്ടുള്ളൊരു പ്രസ്താവന പുറത്തു വന്നു. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: കണ്ണൂർ ജില്ലാ സെക്രട്ടറി സഖാവ് കെ രാഗേഷിനെ ലക്ഷ്യമിട്ട് തുടർച്ചയായി വലതുപക്ഷ മാധ്യമങ്ങൾ ചമയ്ക്കുന്ന വ്യാജ വാർത്തകൾ ജില്ലാ സെക്രട്ടേറിയറ്റ് തള്ളിക്കളയുന്നു എന്നാണ്. ഇതിന് ഇടയാക്കിയ സാഹചര്യം എന്നത് ജില്ലാ സെക്രട്ടറിയായി കെ രാഗേഷിനെ നിയമിച്ചതിനെതിരെ കേന്ദ്ര നേതൃത്വത്തിന് പരാതി അയച്ചു എന്ന വാർത്ത അന്തരീക്ഷത്തിലുണ്ട്. ആ വാർത്ത നിഷേധിച്ചുകൊണ്ടാണ് ഇപ്പോൾ രാഗേഷ് ഇത്തരത്തിൽ പ്രതികരിച്ചത്. അതായത് ആ വാർത്ത നിങ്ങൾ ഉണ്ടാക്കിയതല്ലേ എന്നാണ്. ഈ പത്രക്കുറിപ്പിൻ്റെ അകത്ത് വിശദമായി കെ രാഗേഷിനെ സംരക്ഷിച്ചുകൊണ്ട് പല കാര്യങ്ങളും എടുത്തു പറയുന്നുണ്ട്. അതായത് തെരഞ്ഞെടുപ്പ് തോൽവിയുമായി ബന്ധപ്പെട്ട് പിന്നീട് രാഗേഷിനെതിരെ നടന്ന വിമർശനങ്ങൾ, ഏറ്റവും അവസാനം ധനരാജ് രക്തസാക്ഷി ഫണ്ടുമായി ബന്ധപ്പെട്ട ധനരാജിൻ്റെ രക്തസാക്ഷി ദിനത്തിൽ കെ രാഗേഷിൻ്റെ പോസ്റ്റിന് കീഴെ വന്ന വിമർശനങ്ങൾ എല്ലാം തന്നെ എടുത്തു പറയുന്നുണ്ട്. ഇതെല്ലാം തന്നെ സംഘടിതമായി വലതുപക്ഷ മാധ്യമങ്ങളും പ്രത്യേക രീതിയിൽ ആസൂത്രിതമായി അദ്ദേഹത്തിൻ്റെ പേജിന് താഴെ ഉണ്ടാക്കുന്ന വിമർശനങ്ങളാണ്. ആ വിമർശനങ്ങൾ മാധ്യമങ്ങൾ ഉണ്ടാക്കിയതും കൂടിയാണ് എന്നാണ് ഇപ്പോൾ രാഗേഷ് പറഞ്ഞിട്ടുള്ളത്. അതായത് പാർട്ടിക്കകത്ത് തനിക്കെതിരെ അത്തരത്തിലുള്ള വിമർശനങ്ങളില്ല. മാത്രവുമല്ല, ഈ രീതിയിൽ ഒരു പരാതി കേന്ദ്ര നേതൃത്വത്തിന് പോയിട്ടുമില്ല. അത് ശൂന്യതയിൽ നിന്ന് സൃഷ്ടിച്ച ഒരു വാർത്തയാണ്. അത് ആരയച്ചു എന്നതൊന്നും അതിനകത്ത് വ്യക്തമല്ല. അതുകൊണ്ട് ഇത് മാധ്യമങ്ങളുടെ സൃഷ്ടിയാണ് എന്നാണ് രാഗേഷ് പറഞ്ഞു വെക്കുന്നത്.